സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ എക്സാമിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ നിമിഷവും പഠനത്തിന്റെ സമയമായിരിക്കണം. സോ പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന സമയം ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, ഓരോ സോണൽ ബേസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നല്ല വിജയങ്ങൾ നേടാൻ കഴിയും. കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ റീസണിങ് ടോപ്പിക്കിലെ ഡയറക്ഷൻ ഡയറക്ഷൻ എന്ന ടോപ്പിക്കിന്റെ 4 ടൈപ്പ് ചോദ്യങ്ങൾ പ്രീവിയസ് എക്സാം എല്ലാ റെയിൽവേയുടെയും സ്റ്റാഫ് നേഴ്സ് എക്സാമുകളുടെ ഒക്കെ ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് പഠിക്കുകയുണ്ടായി. ഡയറക്ഷനിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു ചോദ്യം, അതായത് നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ്, വെസ്റ്റ് ബിക്കംസ് സൗത്ത് ഈസ്റ്റ്. ഇങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് എന്താണ്? ഈസ്റ്റ് ഏത് ഡയറക്ഷൻ? സോ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു 6 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, അതായത് നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, ഇതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഒരു 4 പ്രീവിയസ് എക്സാം ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഇനി ഒരു മാർഗം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് നഷ്ടമാകില്ല ഞാൻ ഉറപ്പ് തരികയാണ്. സോ ഈ 5 ക്ലാസ് ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർ ഉറപ്പായിട്ടും ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. കാരണം ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് വെച്ചിട്ട് തന്നെയാണ് ഈ ചോദ്യങ്ങളും ചെയ്യുന്നത്. അത് ബേസിക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡയറക്ഷന്റെ ആദ്യത്തെ 4 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കാണുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എയിംസ് റായ്പൂർ 2017 സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ചോദിച്ചാൽ നേഴ്സിംഗ് ഓഫീസർ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. So question 1, if south east becomes north, east becomes west, and so on, what will west become? North east, north west, south east, south west. ഏത് ഡയറക്ഷൻ ആണ്? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, സൗത്ത് ഈസ്റ്റിന് പകരം നോർത്ത് ആണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതിന് പകരം വെസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി അതിനനുസരിച്ച് ഓരോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് വെസ്റ്റ് എന്ത് ഡയറക്ഷൻ ആയിട്ടായിരിക്കും മാറുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് ഏതൊരു ചോദ്യം ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ ന്യൂസ് വരയ്ക്കുകയാണ്. മുകളിൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, താഴെ സൗത്ത്. ന്യൂസ് വരച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ ഇവിടെ വേണം കേട്ടോ. സോ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ സൗത്ത് വെസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്. ഇത്രയുമാണ് ഡയറക്ഷൻസ് വരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്. സൗത്ത് ഈസ്റ്റ് എവിടെ കിടക്കുന്നത്? ഇതാണ്. ഈ സൗത്ത് ഈസ്റ്റിന് പകരം വരുന്ന ആരാണ്? നോർത്ത് ആണ്. സോ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ. നോക്കി, ഈ നോർത്ത് സൗത്ത് ഈസ്റ്റിന് പകരം നോർത്ത് വരണമെങ്കിൽ നോക്കി, സൗത്ത് ഈസ്റ്റ് കിടക്കുന്ന ഇവിടെയാണ്, നോർത്ത് ഈസ്റ്റ് ഇരിക്കുന്നത് ഈ മുകളിലാണ്. ഈ സൗത്ത് ഈസ്റ്റിൽ നിന്നും നമ്മുടെ ക്ലോക്ക് സൂചി തിരിയുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ റൈറ്റ് ടേൺ അല്ലെ. ക്ലോക്കിന്റെ സൂചി തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സൗത്ത് ഈസ്റ്റിൽ നിന്നും നോർത്തിലേക്ക് എത്തണമെങ്കിൽ ക്ലോക്കിന്റെ സൂചി തിരിയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയണം. സോ ഇവിടെ നിന്ന് 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞാൽ ഈസ്റ്റിലേക്ക് എത്തും. അവിടെ നിന്ന് 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്ക് എത്തും. വീണ്ടും ഒരു 45 ഡിഗ്രി, 90 + 45 മൊത്തം 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞപ്പോൾ നമ്മൾ നോർത്തിലെത്തി. ക്ലിയർ അല്ലേ? സോ സൗത്ത് ഈസ്റ്റിന് പകരം നോർത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റും നോർത്തും തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ
135 കിട്ടിയോ? ഇനി അടുത്തൊരു വീണ്ടും ഒരു ക്ലൂ തന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കിയേ, ഇതാണ് നോർത്ത് ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റ് നിന്ന് നോക്കിയേ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി തിരിഞ്ഞാൽ നോർത്തിലേക്ക് എത്തും. അത് 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ നോർത്ത് വെസ്റ്റിലേക്ക് എത്തും. ദെൻ 90 + 45 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞപ്പോൾ വെസ്റ്റിലെത്തി. സോ ഇപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓരോ ഡയറക്ഷനും 135 ഡിഗ്രി തിരിഞ്ഞു എന്നാണ്. ക്ലിയർ അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓരോ ഡയറക്ഷനും 135 ഡിഗ്രി ടേൺ ചെയ്തു എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ വെസ്റ്റ് ബിക്കം? അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് പകരം വരുന്നത് ആരാണ്? വെസ്റ്റ് ഇരിക്കുന്നത് ഇതാണ് അല്ലെ, ഇവിടെയാണ് വെസ്റ്റ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? വെസ്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ വെസ്റ്റും എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി ടേൺ ചെയ്യണം. സോ നോക്കിയേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെസ്റ്റ് 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോൾ അത് സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറും. 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോൾ സൗത്ത് ആയിട്ട് മാറും. 90 + 45 135 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുമ്പോൾ ആരായിട്ട് മാറും? സൗത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അത് ഞാൻ ഒന്നുകൂടി പറയാം. നോക്കുക, ഇവിടെ പറഞ്ഞത് സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത് എന്നാണ്. നോർത്ത് ഈസ്റ്റ് ബിക്കം വെസ്റ്റ് ആയിട്ട് മാറി. അതുപോലെ ബാക്കി ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ അതേ ഓർഡറിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ട് വിൽ വെസ്റ്റ് ബിക്കം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ന്യൂസ് വരയ്ക്കണം, അതിൽ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ വരയ്ക്കണം. സോ സൗത്ത് ഈസ്റ്റിന് പകരം നോർത്ത് ആയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ സൗത്ത് ഈസ്റ്റിൽ നിന്ന് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുമ്പോൾ നോർത്ത് എത്തുന്നത്. അതിൽ അടുത്ത് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ബിക്കം വെസ്റ്റ് എന്നാണ്. നോർത്ത് ഈസ്റ്റ് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുമ്പോഴാണ് വെസ്റ്റ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് വെസ്റ്റ് ആണ്. വെസ്റ്റും എന്ത് ചെയ്താൽ മതി? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 135 ഡിഗ്രി ടേൺ ചെയ്താൽ മതി. സോ അങ്ങനെ ടേൺ ചെയ്ത് നമുക്ക് കിട്ടുന്നത് സൗത്ത് ഈസ്റ്റ് എന്നാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സൗത്ത് ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ്. ഓക്കെ, if southeast becomes north and south becomes northeast and all the rest directions are changed in the same manner, then what will be the direction for west? ശരിക്കും പറയുന്നത് കഴിഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇത് മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാം ചോദിച്ചാണ്. നഴ്സിംഗ് എക്സാം അല്ലാത്തതുകൊണ്ടാണ് ആ എക്സാമിൽ നിന്നും പേര് എഴുതാത്തത് കേട്ടോ. സോ ഓപ്ഷൻ എ നോർത്ത് ഈസ്റ്റ്, ഓപ്ഷൻ ബി നോർത്ത് വെസ്റ്റ്, ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ്, ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, സോ ആദ്യം നമുക്ക് ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. പിന്നെ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് വരയ്ക്കണം. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇഫ് സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, സൗത്ത് ഈസ്റ്റ് ബിക്കം നോർത്ത്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് നോർത്ത് ആയിട്ട് മാറണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി ടേൺ ചെയ്താൽ മതി. അടുത്ത് പറയുന്നത് എന്താണ്? സൗത്ത് ബിക്കംസ് നോർത്ത് ഈസ്റ്റ് എന്നാണ് അല്ലെ. സൗത്ത് ബിക്കംസ് നോർത്ത് ഈസ്റ്റ്. സൗത്ത് നോർത്ത് ഈസ്റ്റ് എത്തണമെങ്കിൽ 45 ഡിഗ്രി ആകുമ്പോൾ സൗത്ത് ഈസ്റ്റ്, 90 ഡിഗ്രി ആകുമ്പോൾ ഈസ്റ്റ്, 135 ഡിഗ്രി ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ ഈ സെയിം മാനറിൽ തന്നെയാണ് ബാക്കി ഡയറക്ഷൻസും ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി, ക്ലോക്കിന്റെ സൂചിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 135 ഡിഗ്രി ടേൺ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ വെസ്റ്റിന് പകരം വരുന്നത് ആരാണെന്നാണ്. സോ വെസ്റ്റ് അപ്പൊ എന്ത് ചെയ്യണം? 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യണം. 45 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറും. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ സൗത്ത് ആയിട്ട് മാറും. 135 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ സൗത്ത് ഈസ്റ്റ് എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ് തന്നെയാണ് നമ്മുടെ ആൻസർ. കാരണം നമ്മൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓപ്ഷൻ തന്നത് അല്ലെങ്കിൽ അതിന്റെ ക്ലൂ തന്നത് നേരത്തെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ്, പക്ഷെ സെയിം ഡയറക്ഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ്
സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? യെസ്. മൂന്നാമത്തെ ചോദ്യം. ഇഫ് വെസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ നോർത്ത് ഈസ്റ്റ്, then south will be replaced by which of the following direction? Option A northwest, option B south, option C southwest, option D east. So clear ആയിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ആദ്യം ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. സോ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് വരയ്ക്കുന്നു. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ. If west is replaced by north east എന്നാണ്. വെസ്റ്റ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ആണ്. സോ നോക്കിയേ, വെസ്റ്റ് റീപ്ലേസ് നോർത്ത് ഈസ്റ്റ് എവിടെ ഇരിക്കും നോക്കിയേ. വെസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ പോകണം അല്ലെ, ഇങ്ങനെ പോകണം. അതായത് ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്ന അതേ ഡയറക്ഷനിൽ സഞ്ചരിക്കണം. ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്ര ഡിഗ്രി ടേൺ ചെയ്യണം? 45 ഡിഗ്രി ടേൺ ചെയ്താൽ നോർത്ത് വെസ്റ്റിലേക്ക് എത്തും. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ അത് നോർത്തിലേക്ക് എത്തും. 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ ഡയറക്ഷനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി ടേൺ ചെയ്തിട്ടുണ്ട്. കാരണം സെയിം ആൻസർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ സൗത്തിന് പകരം വരുന്നത് ആരാണെന്നാണ് ചോദ്യം. സൗത്ത് ഇരിക്കുന്നത് താഴെയാണ്. ഈ സൗത്തും എന്ത് ചെയ്യണം? ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്ന അതേ ഡയറക്ഷൻ, ദാറ്റ് ഇസ് വലത്തോട്ട് അല്ലെ? ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്ന ഇങ്ങോട്ടാണ്. 135 ഡിഗ്രി ടേൺ ചെയ്യണം. 45 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറും. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ വെസ്റ്റ് ആയിട്ട് മാറും. 135 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ അത് നോർത്ത് വെസ്റ്റ് ആയിട്ട് മാറും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നോർത്ത് വെസ്റ്റ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ എ നോർത്ത് വെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ ടേൺ ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്ന അതേ ഡയറക്ഷനിൽ 135 ഡിഗ്രിയാണ് ടേൺ ചെയ്തിരിക്കുന്നത്. സോ നോക്കിയേ, സൗത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുമ്പോൾ 45 ഡിഗ്രി ടേൺ ചെയ്ത് സൗത്ത് വെസ്റ്റിലേക്ക് എത്തും. 90 ഡിഗ്രി ടേൺ ചെയ്താൽ വെസ്റ്റിലേക്ക് എത്തും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി ടേൺ ചെയ്താൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എത്തുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? ഈസി അല്ലേ? പഴയ ആംഗിൾ എടുത്താൽ മതി, ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നാലാമത്തെ ചോദ്യം. ഇഫ് സൗത്ത് ഈസ്റ്റ് ഈസ് സെറ്റ് ടു ബി ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഈസ് സെറ്റ് ടു ബി വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് സെറ്റ് ടു ബി സൗത്ത്, സോ ഓൺ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. Then what will north be called? Option A east, option B north east, option C south west, option D north west. ഒരു ഡൗട്ട് വേണ്ട, ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ വരച്ചു. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ. ഇനി എന്താ പറയുക? സൗത്ത് ഈസ്റ്റ് ഈസ് സെഡ് ടു ബി ഈസ്റ്റ് എന്നാണ്. സൗത്ത് ഈസ്റ്റ് ഈസ് സെഡ് ടു ബി ഈസ്റ്റ്. ഈസ്റ്റ് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അതായത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് ആയിട്ട് മാറണമെങ്കിൽ വെറും 45 ഡിഗ്രി ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്നതിന്റെ എതിർ ദിശയിൽ സഞ്ചരിച്ചാൽ മതി. വെറും 45 ഡിഗ്രി ക്ലോക്കിന്റെ സൂചി എതിർ ദിശ, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ടേൺ ചെയ്താൽ മതി അല്ലെ? ഇനി അടുത്ത നോക്കിയേ, നോർത്ത് വെസ്റ്റ് ഈസ് സെറ്റ് ടു ബി വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? നോർത്ത് വെസ്റ്റ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്കിന്റെ സൂചി സഞ്ചരി എതിർ ദിശയിൽ 45 ഡിഗ്രി ടേൺ ചെയ്താൽ വെസ്റ്റ് ആകും. ശരിയല്ലേ? ഇനി അടുത്തും പറഞ്ഞിട്ടുണ്ട് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് ബിക്കം അല്ലെങ്കിൽ സെറ്റ് ടു ബി സൗത്ത് എന്നാണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 45 ഡിഗ്രി ടേൺ ചെയ്താൽ സൗത്ത് വെസ്റ്റ് സൗത്ത് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എല്ലാം ചേഞ്ച് ആയിരിക്കുന്നത് 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡയറക്ഷൻ ചേഞ്ച് ആയിരിക്കുന്നത്. Then what will north be called? അങ്ങനെയാണെങ്കിൽ നോർത്തിന് പകരം വരുന്നത് ആരാണെന്നാണ് ചോദ്യം. നോർത്ത് എന്ത് ചെയ്താൽ മതി? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്നതിന്റെ നേരെ എതിർ ദിശയിൽ 45 ഡിഗ്രി സഞ്ചരിച്ചാൽ മതി. ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആന്റി ക്ലോക്ക് ഡയറക്ഷൻ എതിർ ദിശയിലാണ്, ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ 45 ഡിഗ്രി ടേൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോർത്ത് വെസ്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി
നോർത്ത് വെസ്റ്റ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്. ആൻസർ ഓപ്ഷൻ ഡി, നോർത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. If east is replaced by west, then southwest will be replaced by southeast, northwest, northeast, west. സോ സെയിം തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ ന്യൂസ് വരയ്ക്കുക. മുകളിൽ നോർത്ത്, ദെൻ ഈസ്റ്റ്, വെസ്റ്റ്, താഴെ സൗത്ത്. പിന്നെ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ കൂടെ വരയ്ക്കണം. നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ദെൻ ഇനി നോക്കി, ഈസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെസ്റ്റ് എന്നാണ് അല്ലെ. ഈസ്റ്റ് റീപ്ലേസ്ഡ് ബൈ വെസ്റ്റ് എന്നാണ്. സോ ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരിയിരിക്കുന്നത്? വെസ്റ്റ് ഇരിക്കുന്നത്. അതായത് 180 ഡിഗ്രി ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ഏത് ഡയറക്ഷനിലാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ആരിയിരിക്കുന്നത്? വെസ്റ്റ് ഇരിക്കുന്നത് ഈസ്റ്റിന്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൗത്ത് വെസ്റ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ കണ്ടുപിടിക്കാനായിട്ട് സൗത്ത് വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നോക്കിയാൽ മതി. സൗത്ത് വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണ്? ഈസ്റ്റ് ആണ്. സോ ഒരു ഡൗട്ടും വേണ്ട. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, നോർത്ത് ഈസ്റ്റ് ആണ്. സി ആണ് ആൻസർ, നോർത്ത് ഈസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ അപ്പൊ 5 ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ചോദിച്ചുള്ളൂ, ഇൻക്ലൂഡിംഗ് എയിംസ് എക്സാം ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഇതാണ് ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 പ്രീവിയസ് എക്സാം ചോദ്യങ്ങൾ. സോ ഇനി ഒരു 5 ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ, അതായത് നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഫേസ് ചെയ്ത് വരുന്ന ഒരു 5 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ ഈ ഫൈനൽ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. സോ ഇതിനൊപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ വരുന്ന നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഈ ഡയറക്ഷന്റെ 5 ക്ലാസ്സും ദയവായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് എന്നെ പഠിക്കാം. നിങ്ങൾ 100% ഉറപ്പിച്ച് നിങ്ങൾക്ക് പഠിക്കാം. റെയിൽവേ എക്സാമിന് ഒരു മാർക്ക് നിങ്ങൾക്ക് 100% കിട്ടിയിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. അടുത്ത ചോദ്യം, എ പേഴ്സൺ വാക്കിംഗ് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഈസ് ഹിസ് റൈറ്റ് ഹാൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഓപ്ഷൻ എ സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. സോ എല്ലാത്തെയും പോലെ തന്നെ നമ്മൾ ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. സോ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ വരയ്ക്കുക. നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ക്ലിയർ? ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാള് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ ഒരാൾ സഞ്ചരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ് ഒരാൾ. അങ്ങനെയാണെങ്കിൽ അയാളുടെ റൈറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലെ. നമ്മൾ റൈറ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞാൽ നേരെ 90 ഡിഗ്രി ഈ ഡയറക്ഷൻ ആണ്. ഇനി ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞാലോ ഈ ഡയറക്ഷൻ, ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി ആൻസർ കിട്ടും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ഡൗട്ട് വേണ്ട. എന്തെങ്കിലും ഇങ്ങനെ ഡയറക്ഷൻ കൺഫ്യൂഷൻ തോന്നുന്നവര് ആ ഒരു പോയിന്റിൽ, ഇപ്പൊ ആ വ്യക്തി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ, അപ്പൊ അവിടെ കൊണ്ട് ഈ ഒരു പോയിന്റിൽ നിൽക്കുകയാണെന്ന് കരുതും. ഞാനൊന്ന് കളർ ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു പോയിന്റിൽ ആ വ്യക്തി നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഡയറക്ഷൻ വരച്ചാൽ മാത്രം മതി. സോ നോക്കി, സെയിം ഞാൻ ഒരു ഡയറക്ഷൻ അവിടെ അങ്ങ് വരച്ചു. ഇവിടെ മുകളിൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇനി നോക്കിയേ, നമ്മുടെ കൈയുടെ ഡയറക്ഷൻ പോയിരിക്കുന്ന ഏതാണ്? ഈ ഡയറക്ഷനാണ്. നിങ്ങൾക്കറിയാം ഈസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയിലാണ് പോയിരിക്കുന്നത്. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഒരു ഡൗട്ട് വേണ്ട. ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഏത് സൈഡിലാണ്? ലെഫ്റ്റ് ഹാൻഡ് ഡയറക്ഷൻ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ് അല്ലെ. ഈ ഡയറക്ഷൻ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് ഇത് നോർത്തിനും വെസ്റ്റിനും ഇടയിലാണ്. സോ ആൻസർ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. മൊത്തം ഈ മുകളിൽ ഡയറക്ഷൻ എന്തോ നോർത്ത് വെസ്റ്റ് ആണ്. ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. ഇത് സൗത്ത് വെസ്റ്റ് ആണ്. ഈ ഡയറക്ഷൻ ഏതാണ്? സൗത്ത് ഈസ്റ്റ് ആണ്. ശരിയല്ലേ? ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്.
ഡൗട്ട് എന്തെങ്കിലും തോന്നുന്നവര് ആ ഒരു പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു ഡയറക്ഷൻ അങ്ങ് വെച്ചാൽ മതി. അത് ക്ലിയർ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ് എന്ന് കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആണോ ആൻസർ? റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ കാണുന്നത് ഇങ്ങനല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഈ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എയിംസ് നാഗ്പൂർ 2017 നഴ്സിംഗ് ഓഫീസർ എക്സാമിന്റെ ചോദ്യമാണ്. സിമ്രൻ വാക്സ് 2 kilometers in northwest direction. From there, she travels 90 degrees in the clockwise direction and covers a distance of 2 kilometers. Then she then rotates 90 degrees in the clockwise direction and covers a distance of 2 kilometers. In which direction is she now from starting point? Starting point എന്ന് ഏത് ഡയറക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ, സൗത്ത് വെസ്റ്റ് റീജിയൻ, വെസ്റ്റേൺ റീജിയൻ. സോ ഇത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടെ നമ്മൾ ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്രൻ വാക്സ് 2 kilometers in നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 2 kilometers സഞ്ചരിച്ചു എന്നാണ്. സോ ഇവിടെ എത്തിയെന്ന് കഴിഞ്ഞാൽ 2 kilometers സഞ്ചരിച്ച് ഈ ഒരു പോയിന്റ് എത്തി. 2 kilometers നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 2 kilometers സഞ്ചരിച്ചു. ഇനി അടുത്തെന്താ പറയുന്നത്? ദെൻ ഷീ ട്രാവൽസ് 90 degrees in the clockwise direction. ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയണമെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ തിരിയണം അല്ലെ? 90 ഡിഗ്രിയിൽ തിരിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരും. 90 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് തിരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ? 2 kilometers സഞ്ചരിച്ചു. ഉറപ്പായിട്ടും 2 kilometers സഞ്ചരിച്ചാൽ ഇങ്ങനെ നോർത്തിന്റെ ആ ഒരു ഡയറക്ഷനിൽ തന്നെ പോയി നിൽക്കും. കാരണം ഇത് മട്ടകോണാണെങ്കിൽ ഈ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണ് അല്ലെ? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 45 ഡിഗ്രി ആണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ. ഇവിടെയും 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഉറപ്പായിട്ടും 45 ഡിഗ്രി ആയിരിക്കും. ഇത് 2 kilometers ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതും 2 kilometers തന്നെ ആയിരിക്കും. ഈ ഒരു ഒരു ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ. അപ്പൊ ഈ ഒരു പോയിന്റിൽ ആളെത്തി നോർത്ത് ഡയറക്ഷന്റെ. എന്താ ചെയ്ത് നോക്കി? ഷീ ദെൻ റൊട്ടേറ്റ്സ് 90 degrees in the clockwise direction. അപ്പൊ ഈ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തി ഈ ഡയറക്ഷൻ ആണ് അല്ലെ? സോ ഇവിടെ എത്തി വീണ്ടും 90 degree എന്ന് പറയാം. അപ്പൊ എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ഈ ഒരു ഡയറക്ഷൻ 90 degree ടേൺ ചെയ്ത് വീണ്ടും എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 2 kilometers. സോ ഈ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ നൗ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ ഇവിടെ എത്തി, 2 kilometers സഞ്ചരിച്ച് ഇവിടെ എത്തി. ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏത് ഡയറക്ഷനിൽ നിന്നാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു പോയിന്റ് ആണ് അല്ലെ? ഈ ഒരു പോയിന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഇപ്പൊ സിമ്രാൻ നിൽക്കുന്ന എവിടെയാണ്? ഈ പോയിന്റിലാണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരാളുടെ ഡയറക്ഷൻ നോക്കിയാൽ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. നമുക്കറിയാം ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഡയറക്ഷൻ ആണ്. സോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഇനി ഞാൻ ഈ ചോദ്യം, സോ ആൻസർ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടും നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്, നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. ഈ ക്വസ്റ്റിന് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിലൊന്ന് ചോദിക്കുകയാണ്. സിമ്രാൻ വന്ന് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ് അല്ലെ? ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ സിമ്രാൻ ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ചോദിച്ചാൽ ഏത് ആൻസർ? സിമ്രാൻ ഈ ഡയറക്ഷനിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ എത്തിയതേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ സിമ്രാൻ ഇപ്പൊ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? സിമ്രാൻ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡയറക്ഷൻ ആണ് അല്ലെ? ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ് ഡയറക്ഷൻ? ദാറ്റ് ഈസ് സൗത്തിനും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ. അത് ഇങ്ങനെ വരച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് ഒരു ഇത് വരച്ചാൽ മതി. മുകളിൽ നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ഇതിന്റെ ഇടയിലുള്ള ഡയറക്ഷൻ ആണ് ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. സിമ്രാൻ ഫേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ
സിംറാന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഈ രണ്ട് ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സോ ആ ഒരു ഇന്റർമീഡിയറ്റ് ഡയറക്ഷനുകൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ക്ലിയർ ആയിട്ട് അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും ക്ലിയർ ആയിട്ട് കിട്ടിയോ? യെസ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. Ruby runs 5 kilometers towards south, then 7 kilometers towards east, then she takes a right turn and walks 7 kilometers. Again takes a left turn and moves 8 kilometers. Finally, she walks 8 kilometers towards south. Then in which direction is she from starting point? Starting point നിന്നാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചോദിക്കുക. എപ്പോഴും ഓർത്തോളണം, ഇപ്പൊ നിൽക്കുന്ന പോയിന്റും സ്റ്റാർട്ടിംഗ് തുടങ്ങിയ പോയിന്റ് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രൈറ്റ് ലൈൻ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഓപ്ഷൻ എ സൗത്ത് വെസ്റ്റ്, ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ്, ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ്, ഓപ്ഷൻ ഡി സൗത്ത് ഈസ്റ്റ് അഗൈൻ വീണ്ടും വന്നിട്ടുണ്ട്, സൗത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ന്യൂസ് വരച്ച് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഇനി എന്താ പറഞ്ഞു നോക്കി. റൂബി റൺസ് 5 kilometers ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 5 kilometers സഞ്ചരിച്ചു എന്നാണ്. സൗത്തിലേക്ക് 5 kilometers 5 kilometers സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്ന് കരുതുക. ദെൻ 7 kilometers ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 7 kilometers സഞ്ചരിച്ചു. 7 kilometers. Then she takes a right turn. ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ റൈറ്റ് ടേൺ എന്ന് പറയുന്നത് വീണ്ടും സൗത്തിലേക്കാണ്. സൗത്തിലേക്ക് തിരിഞ്ഞ് വീണ്ടും 7 kilometers സഞ്ചരിച്ച് ഇവിടെ എത്തി. Again takes a left turn. ഇങ്ങനെ പോകുന്ന ഒരാളുടെ ലെഫ്റ്റ് ടേൺ എന്ന് പറയുന്നത് വീണ്ടും ഈസ്റ്റിലേക്കായിരിക്കും അല്ലെ, ഈസ്റ്റിലേക്കായിരിക്കും. Again takes a left turn and moves 8 kilometers സഞ്ചരിക്കുന്നു. 8 kilometers. And finally she walks 8 kilometers towards south. വീണ്ടും താഴെ സൗത്തിലേക്ക് 8 kilometers കൂടി സഞ്ചരിച്ചു ഈ ഒരു പോയിന്റിലേക്ക് എത്തി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രം ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഫൈനൽ പോയിന്റ് ഇതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. ഇതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ താഴേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ ആണ്. സോ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഡയറക്ഷൻ, ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഈ റൂബി വന്ന് നിൽക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലെ. ശരിക്കും പറയാം റൂബി ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? നേരെ താഴേക്കാണ് അല്ലെ, സൗത്തിലേക്കാണ്. ടുവേർഡ്സ് സൗത്ത് ആണ്. സോ സൗത്തിലേക്ക് താഴേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഫേസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ സൗത്ത് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തി നോക്കിയാൽ റൂബി നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എനിവേ നോക്കുക, ഇതങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് ആണ്. ഓപ്ഷൻ സി സൗത്ത് വെസ്റ്റ്, ഓപ്ഷൻ ഡി ആണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് എഴുതി വെക്കുക? സൗത്ത് ഈസ്റ്റ് ആണ് കേട്ടോ, തെറ്റിപ്പോകരുത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇട്ടോ മാറിപ്പോയാണ്. ആദ്യത്തെ സൗത്ത് വെസ്റ്റും ഓപ്ഷൻ ഡി ആണ് സൗത്ത് ഈസ്റ്റ്. ആൻസർ സൗത്ത് ഈസ്റ്റ് ആണ്. കിട്ടിയല്ലോ എല്ലാവർക്കും? നമുക്ക് 2 ചോദ്യങ്ങളോട് നോക്കാം. 9ാമത്തെ ചോദ്യം. To reach his school, Hridesh started from his house and walked 10 kilometers towards south. He then took a right turn and walked 5 kilometers and finally took a left turn. After walking for 7 kilometers, he finally reached his school. In which direction is Hridesh's house from his school? Hridesh house from his school. സ്കൂളിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് വീട്? ഹൃദേശിന്റെ ഹൗസ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഓപ്ഷൻ എ സൗത്ത് വെസ്റ്റ്, ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ്, ഓപ്ഷൻ സി നോർത്ത് വെസ്റ്റ്, ഓപ്ഷൻ ഡി സൗത്ത് ഈസ്റ്റ്. സോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതുപോലെ ഞാൻ വരയ്ക്കുക. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഇനി പറഞ്ഞിരിക്കുന്നത്
Ritesh started from his house and walked 10 kilometers towards south. 10 കിലോമീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ചു. സോ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്ന് കരുതുക. He then took a right turn. ഇങ്ങനെ വരുന്ന ഒരാൾ റൈറ്റ്, താഴേക്ക് വരുന്ന ഒരാളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് അല്ലെ, ലെഫ്റ്റിലേക്കാണ്. Took a right turn and walked 5 kilometers. 5 kilometers. And he took a right turn and walked 5 kilometers and finally took a left turn. After walking for 7 kilometers, he finally reached his school. So ഇങ്ങനെ പോകുന്ന ഒരാളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ, താഴേക്കായിരിക്കും, അതായത് സൗത്തിലേക്കായിരിക്കും. സോ 7 കിലോമീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിലേക്ക് എത്തി. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. ഹി ഫൈനലി റീച്ച് ഹിസ് സ്കൂൾ. ഇതാണ് അവരുടെ സ്കൂൾ, ഇത് ഹൗസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹൃദയസ് ഹൗസ് ഫ്രം ഹിസ് സ്കൂൾ? സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഹൃദയത്തിന്റെ വീട് ഇരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്കൂൾ ഇതാണ്, ഹൃദയത്തിന്റെ ഹൗസ് ഇതാണ്. ഇതാണ് ഡയറക്ഷൻ അല്ലെ. സോ സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡയറക്ഷൻ ഏതാണ്? ഇതല്ലേ ഡയറക്ഷൻ. നിങ്ങൾ ഇവിടെ വെച്ച് വരച്ചാൽ മതി. നോക്കൂ, ഇവിടെ ഒരു ഡയറക്ഷൻ വരച്ചു കൊടുത്താൽ മതി. മുകളിൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ ഈ ഡയറക്ഷൻ ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എല്ലാവർക്കും കിട്ടിയോ? ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോരുത്. സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് വീട് ഇരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതുവരെ ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡയറക്ഷൻ. ഇത് നേരെ തിരിച്ചാണ്. ഫൈനൽ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹൗസ് ഏത് ഡയറക്ഷൻ എന്നാണ്. ആൻസർ നോർത്ത് ഈസ്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയിട്ട് കിട്ടിയോ? ലാസ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. A lady leaves from her home. She first walks 10 meters in northwest direction and then 10 meters in southwest direction. Next, she walks 10 meters in southeast direction. Finally, she turned towards her house. In which direction is she moved? Northeast, northwest, southeast, southwest. Okay. North, east, west, south. സോ ഹോമിൽ നിന്ന് ഇവിടെ ഹോം എന്ന് പറയുന്നത് സെന്റർ ആയിട്ട് എടുത്തു. ഹോമിൽ നിന്ന് ഷീ ഫസ്റ്റ് വാക്ക് 10 meters ഇൻ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സോ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഈ ഡയറക്ഷൻ ആണ് അല്ലെ, ഈ ഡയറക്ഷൻ ആണ്. സോ 10 meters നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു. Then 10 meters ഇൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഏതാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സോ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, ഇവിടെ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവച്ച് ഒരു ഡയറക്ഷൻ വരച്ചാൽ മാത്രം മതി. നോക്കിയേ, ഇവിടെ വെച്ചിട്ട് ഒരു ഡയറക്ഷൻ വരയ്ക്കും, നിങ്ങൾക്ക് കിട്ടും. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. സോ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് സൗത്ത്, ഇതാണ് വെസ്റ്റ്. സോ ഈ ഡയറക്ഷനിലായിരിക്കും സഞ്ചരിച്ചിരിക്കുന്നത് അല്ലെ. സോ അപ്പൊ അവിടെയും എത്രയാണ്? 10 meter സഞ്ചരിച്ചപ്പോ എവിടെ എത്തും? ഈ ഒരു പോയിന്റിൽ എത്തും. വെസ്റ്റിന്റെ ഈ ഒരു പോയിന്റിലേക്ക് എത്തി. കിട്ടിയോ? ഇനി അടുത്തെന്താ പറയാ? നെക്സ്റ്റ് ഷീ വാക്സ് 10 meters ഇൻ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സോ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വീണ്ടും ഞാൻ അവിടെ വെച്ച് ഒരു ഡയറക്ഷൻ വരയ്ക്കും. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഈസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ സൗത്ത്. ഇവിടെ നിന്ന് എങ്ങോട്ടാ പോയിരിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സോ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. സോ 10 meter സഞ്ചരിച്ചു സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 10 meter. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈനലി ഷീ ടേൺഡ് ടുവേർഡ്സ് ഹർ ഹൗസ്. സോ ഇവിടെ എത്തിയ ആള് ഈ ഇരിക്കുന്നതാണ് ഹൗസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സെന്റർ പോയിന്റ് ആണ് ഹൗസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. സോ വീട്ടിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരാള് ഇതാണ് വീട്, ഇങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് ഈ ഡയറക്ഷൻ അല്ലെ. ഇത് ഏതായിരിക്കും ഡയറക്ഷൻ? വീണ്ടും ഡയറക്ഷൻ വരയ്ക്കാം. മുകളിൽ നോർത്ത്, ഈസ്റ്റ്,
വെസ്റ്റ്, സൗത്ത്. സോ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ ഈ ഡയറക്ഷൻ അല്ലെ, ഹൗസ് ഇവിടെ ഇരിക്കുന്നത്. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. കിട്ടിയോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? സോ ഓരോ പോയിന്റ് വെച്ച് ഡയറക്ഷൻ വരച്ചാൽ കോമ്പസിന്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ സൗത്ത് താഴെ ഏത് ആ പോയിന്റ് വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഡൗട്ട് വരില്ല. ഏതാണ് നോർത്ത് ഈസ്റ്റ്, ഏതാണ് നോർത്ത്, കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. എല്ലാവർക്കും 10 ഔട്ട് ഓഫ് 10 കിട്ടിയോ? 10 ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് 10 ഔട്ട് ഓഫ് 10 ആൻസർ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾ പ്രയോജനം ഉറപ്പായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത്, ഞാൻ പറഞ്ഞു ക്ലാസ് കാണുന്ന ഒരു 50% ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓരോ ക്ലാസിന്റെയും വീഡിയോസ് അപ്ലോഡ് ആകുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ഇനി നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ റെയിൽവേ നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് എക്സാമിന്റെ ഇന്റൻസീവ് ക്ലാസ്സുകളുടെ മിഷൻ ഇപ്പോഴും നടക്കുകയാണ്. സോ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കും ദയവ് ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ സമയം പാഴാക്കാതെ ജോയിൻ ചെയ്ത് പഠിക്കാം. അത് നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSC ബാച്ചിന് 5ാമത്തെ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ നോൺ കമ്മ്യൂണിക്കബിൾ സബ്ജക്റ്റ് ആണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കും ദയവ് ചെയ്ത് എക്സാം നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്യരുത്. പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ പഠിച്ച് പൂർത്തിയാക്കി കൂടുതൽ ടൈം റിവിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. മോഡൽ എക്സാമുകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കുമായിട്ട് പ്രയോജനപ്പെടുത്തുക. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ തീവ്രമായ പഠനത്തിന്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ. സോ ഫൈനലി നിങ്ങൾക്ക് മികച്ച റിസൾട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.